ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ KCBയിൽ ഒരു പെർമനൻറ്റ് ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും KCBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ തസ്തികയിലേക്കുള്ള നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഏപ്രിൽ 30 വരുന്ന കാര്യം. ഏപ്രിൽ 30 മുതൽ ജൂൺ 3 വരെ നമുക്ക് ഈ പരീക്ഷയ്ക്കായി കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇലക്ട്രീഷ്യൻ ട്രേഡിലോ വയർമാൻ ട്രേഡിലോ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു ടെക്നിക്കൽ എക്സാം ആവാനാണ് സാധ്യത. അതായത് ITI ലെവലിലുള്ള ഒരു ഇലക്ട്രിക്കൽ ടെക്നിക്കൽ എക്സാം. മറ്റ് ITI ലെവലിലുള്ള ഇലക്ട്രിക്കൽ എക്സാംസ് പോലെ 90 മിനിറ്റിൽ 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ട 100 ക്വസ്റ്റ്യൻസും ഇലക്ട്രിക്കൽ സ്വഭാവമുള്ള ചോദ്യപേപ്പറാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഏകദേശം 10 മോഡ്യൂൾ അടങ്ങുന്ന ഒരു ITI ലെവൽ ഇലക്ട്രിക്കൽ സിലബസ് ആയിരിക്കും നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഒരുപാട് കുട്ടികൾ ആലോചിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും പഠിക്കണോ എന്നുള്ളതാണ്. ഏകദേശം 73ഓളം റാങ്ക് ലിസ്റ്റുകളാണ് 2020 മുതൽ 25 വരെ ITI ലെവൽ എക്സാംസായി കേരള PSC ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പകുതിയെങ്കിലും റാങ്ക് ലിസ്റ്റുകൾ ഈ വർഷം അടുത്ത വർഷമായിട്ടൊക്കെ എക്സ്പയർ ആകുന്നുണ്ടാവും. അതായത് അതിൻ്റെയൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മസ്ദൂറിന് വേണ്ടി ഈ 10 മോഡ്യൂൾ പഠിക്കുന്നത് മസ്ദൂറിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന മറ്റ് നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷയല്ല, ഒട്ടനവധി അവസരങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു ഒറ്റത്തവണ വൃത്തിയായി പഠിക്കേണ്ടത്. 985 വേക്കൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷനും അത്രയധികം ഉയർന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വേണം. ഒരു ഫൗണ്ടേഷൻ തൊട്ട് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും മികച്ച രീതിയിലുള്ള ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും ഉയർന്ന മാർക്കും ഏറ്റവും ടോപ്പിലുള്ള റാങ്കും കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. ഇനി ആ ടോപ്പിലുള്ള റാങ്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് എന്താണ്? ആദ്യ അഡ്വൈസിൽ തന്നെ ജോലി. കാരണം ഈ എല്ലാവരെയും ഒരുമിച്ചായിരിക്കില്ല അപ്പോയിൻമെൻറ്റിനായി ക്ഷണിക്കുക. അപ്പോൾ ആദ്യ അഡ്വൈസിൽ ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ നമ്മൾ കരസ്ഥമാക്കണം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങളുടെ സീനിയോറിറ്റി അതനുസരിച്ച് മുകളിൽ വരും. സീനിയോറിറ്റി മുകളിൽ വന്നാലുള്ള ഗുണം എന്താണ്? അതനുസരിച്ച് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം എഴുതാനുള്ള യോഗ്യത പെട്ടെന്ന് തന്നെ കൈവരിക്കാൻ സാധിക്കും. ഈ എക്സാമിലൂടെ നിങ്ങൾ KCB ഇലക്ട്രിസിറ്റി വർക്കറായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റവസരം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്, അതായത് ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതിക്കൊണ്ട് ലൈൻമാൻ, ഗ്രേഡ് 2, മറ്റു ഉയർന്ന തസ്തികകളിലായ സബ് എഞ്ചിനീയർ അവിടേക്കൊക്കെ എത്താനുള്ള വാതിലാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 30 വരുമ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും പ്രിപ്പറേഷൻ പ്ലാനും ഒക്കെ നമുക്ക് റെഡിയാക്കാം.